ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വണ്ടിയുടെ അടുക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നലെ വരെ ഇവിടെയൊക്കെ ആയിരുന്നു പണി. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്ലൈ ഓവറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് പണിയുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ സൂര്യനൊക്കെ കുറച്ച് തീവ്രത കൂടി വരുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ സൂര്യനൊക്കെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവർ ഇതാ ഇത്രത്തോളം പൊങ്ങി കേട്ടോ. നമ്മുടെ ആര്യവാള് ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ നല്ല വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഗൈസ് നമ്മുടെ റോസ് ചെയ്ത റോളർ അടിച്ച് സെറ്റാക്കുന്നുണ്ടേ. നമ്മുടെ സ്ഥലം ഇത്രത്തോളം മാറി കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ നമ്മൾ ഫ്ലൈ ഓവറിന് ഇത്രത്തോളം ഹൈറ്റിലെത്തി. ഇനി കുറച്ച് ഭാഗം മാത്രമേ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്കുള്ളൂ. ഇതാ ആറിവാള കണ്ടോ, ഇത്രത്തോളം ഉയർന്നു നമ്മുടെ ഫ്ലൈ ഓവറായിട്ട്. ഇവിടെ നല്ല സ്പീഡായിട്ടുണ്ട് വർക്ക്. നമ്മളിപ്പോൾ ഒരാഴ്ചൻ്റെ അടുത്ത് ഇവിടുന്ന് മാറി നോക്കുമ്പോൾ ഇവിടെയൊക്കെ മൊത്തം അങ്ങോട്ട് മാറി മറിഞ്ഞിട്ടുണ്ട്. റോഷി ലെവലാക്കിയ ഏരിയ മൊത്തം റോളർ അടിച്ച് ഫോർമേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റോഷി അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഗ്രേഡർ മിക്സിൽ ചെയ്ത മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സൈഡിലായിട്ട് റോഷി ചെയ്ത റോളർ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതാ ഇത്രത്തോളം ഏരിയ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നമ്മുടെ ആര്യവാള് പൊങ്ങി ഏതാണ്ട് ഈ ഹൈറ്റിലെത്തും. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഇതാ ഇത്രത്തോളം ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ കുറച്ച് ഏരിയ മാത്രമേ ഇനി പൊങ്ങാനുള്ളൂ. ഇവിടെയൊക്കെ നമ്മുടെ വർക്കർ ഇതാ സൈഡിലായിട്ട് പണിയിലാണ്. ഇത് നമ്മുടെ ക്രെയിന് വന്നിട്ടുണ്ട്. റോഷി എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇതാ ഗ്രേഡർ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ക്രെയിൻ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ആറിവാൾ പാനൽ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മുടെ റോഷി ഇതാ മുകളിൽ നിന്ന് കോണി വഴി ഇറങ്ങി വരുന്നുണ്ടേ. നമ്മുടെ ആറിവാൾ ഇത്രയും പൊങ്ങി. ആദ്യമൊക്കെ നമ്മൾ തുള്ളി അങ്ങ് പോകാറാണ്. ഇതിപ്പോൾ ഇതുവഴിയൊന്നും തുള്ളിക്കൂടാ, ചായ പിടിക്കാൻ വേണ്ടി പോകേണ്ടിയിട്ട്. ഇതാ ഇത്രത്തോളമായിട്ടായി കേട്ടോ. അപ്പോൾ ഇതാ കോണിയിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇതാ ഇവിടം വരെ എത്തണം. നമ്മുടെ ഫ്ലൈ ഓവർ ഇതാ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. ബസ്സൊക്കെ എവിടെയാണ് കേട്ടോ നിർത്തുന്നത്. നല്ല തണലാണ് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ നമ്മൾ ഒരു ലൈമും പപ്സും അടിക്കാൻ വന്നതാണ്. നല്ല അടിപൊളി പപ്സൊക്കെ ഉണ്ട്. നല്ല ശാന്തമായ സ്ഥലമാണ്. റോഷിയുടെ ഫോണിലൊക്കെ തോണ്ടി കളിക്കുകയാണ്. നമ്മൾ ചായയൊക്കെ കുടിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലൈ ഓവർ ഇതാ നല്ല അമ്പര ചുംബികളായ ബിൽഡിങ് പോലെ നിൽക്കുന്നു. അപ്പോൾ ഇവിടേക്ക് ഇതാ ഇപ്പുറത്തെ സൈഡിലായിട്ട് സ്ലാബിൻ്റെ വർക്ക് തുടങ്ങി കേട്ടോ. ഈ സൈഡ് കഴിഞ്ഞു സ്ലാബിൻ്റെ പണി. ഇവിടെ ഡീ ഷട്ടറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെയായിട്ട് ഇതാ സ്ലാബിൻ്റെ പണി തുടങ്ങി രണ്ടാമത്തെ ഭാഗത്ത്. അപ്പോൾ നമ്മുടെ ആറിവാളിൻ്റെ പണി ഇതാ ഇത്രത്തോളം ഹൈറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ദൂരെ കാണുന്ന കോണി വഴി മുകളിലോട്ട് കയറി പോകണം. അപ്പോൾ കഴിച്ചാൽ ഈ കോണി വഴി നമുക്ക് ഇനി മുകളിലോട്ട് കയറി പോകണം. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മളിതാ മുകളിലോട്ട് കയറി പോവാണ്. ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട്. ഇത്രത്തോളം കയറി മാത്രമേ നമ്മൾ മുകളിലെത്തൂ. മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ മുകളിലുള്ള കാഴ്ചയാണിത്. നമ്മുടെ വണ്ടി ഇത് ഇവിടെ കിടപ്പുണ്ട്. ക്രെയിനും ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. നമ്മുടെ റോഷി ഇത് അടുത്തായിട്ട് കയറി വരാൻ പോവുകയാണ്. കോണി തെറിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെള്ളത്തൊക്കെ ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈ ഓവർ. നമ്മുടെ ആര്യവാളിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച. സൈഡിലായിട്ട് മൊത്തം വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ റോഷി ഇതാ പതിയെ കയറി വരുന്നുണ്ട് കേട്ടോ.
മൊത്തം പണി തന്നെയാണ്. വെയിലൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. വർക്കേഴ്സൊക്കെ ടീ ബ്രേക്ക് ആയതുകൊണ്ട് ചായ കുടിക്കാൻ പോയതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ സൈറ്റിൻ്റെ അവസ്ഥ കേട്ടോ. ഏതാണ്ട് നല്ല സ്പീഡിൽ പണി നീങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഗൈസ് ഇതാ ഇത്രത്തോളം ഹൈറ്റ് ആയിട്ടുണ്ട്. പണ്ട് ഇവിടെയൊക്കെ നല്ലോണം താഴ്ന്ന നിലയിലായിരുന്നു. ഇപ്പോൾ ഇതാ ഏതാണ്ട് ഒരേ ലെവലായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കേഴ്സ് അവിടെ നിന്ന് ബെൽറ്റൊക്കെ വലിച്ചു തുടങ്ങി കേട്ടോ. അടുത്ത പാനൽ സെറ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ റോഷി അവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേഡർ സൈഡിൽ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ മണ്ണൊക്കെ വന്ന് സെൻറ്ററിലൊക്കെ റെഡിയാക്കി വരണം. ആദ്യം നമ്മുടെ ബെൽറ്റ് ഇട്ട് അത് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ നല്ല മിക്സ് ചെയ്ത മണ്ണും കൊണ്ട് തട്ടി അത് ലെവൽ ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് ഇതാ ഈ ഹൈറ്റിനോടൊപ്പം തന്നെ താഴത്തെ ഹൈറ്റും മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ കേസ് നമ്മുടെ റോഷി റോളർ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. മുന്നായിട്ട് ഇതാ റോഷി റോളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ആ ഏരിയയൊക്കെ ഇപ്പോൾ ലെവൽ ചെയ്തിട്ട് വന്നിട്ടേ ഉള്ളൂ. നമ്മുടെ ക്രെയിൻ ഇതാ ആറിവാളും തൂക്കി തൂക്കി വരുന്നുണ്ടേ. ഒരാന പട്ടയെടുത്ത് വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അങ്കം കേസ് വെയിലാണ്. നമ്മുടെ ഗ്രേഡർ ഇതവിടെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ വർക്കേഴ്സ് ബെൽറ്റൊക്കെ അടിച്ച് സെറ്റാക്കിയാണ്. ഇത്രയും പൊരി വെയിലാണ് കേട്ടോ നമ്മുടെ വർക്കേഴ്സൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഈ ഡിസ്പ്ലേ പോലും ഒന്നും കാണുന്നില്ല. കാരണം അത്രമാത്രം വെയിലാണ്. ഇവിടെയൊക്കെ ഇത് എത്രത്തോളം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഹൈറ്റ് ഇങ്ങനെ പൊക്കി പൊക്കി വരണം. നമുക്ക് ആദ്യം ഓർമ്മ ഉണ്ടാകും ഇവിടെയൊക്കെ വലിയൊരു കുഴിയായിരുന്നു. അതൊക്കെ ഹൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതാ ഇത്രത്തോളം ഏരിയയിൽ മൊത്തം ലെവലിംഗ് ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ബെൽറ്റ് അടിക്കണം. അതുപോലെ നമ്മുടെ ക്രെയിൻ അത് ആറിവളൊക്കെ എടുത്ത് സൈഡിൽ കൊണ്ടുവച്ച് അടുത്ത പാനൽ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേഡർ തിരിച്ചു വെച്ചു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് തള്ളി ലെവലാക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർവൈസർ ഇതാ ഇവിടെ നിൽപ്പുണ്ട്, രതീശാട്ടൻ. ആൾ നല്ല ആക്റ്റീവാണ് കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് നടക്കുന്നുണ്ട്. ഗൈസ് നമ്മുടെ റോഷി ഇതാ അപ്പുറമൊക്കെ പോയി റോളർ അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. മൂപ്പർ കുറച്ച് സമയമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. നേരെ കുറച്ച് അപ്പുറത്തായിട്ട് റോളിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുകളിലായിട്ട് നമ്മുടെ ക്രെയിൻ അത് ആറിവള തൂക്കി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തകർത്തിയ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രേഡർ അത് അവിടെ നിന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോക്കറ്റ് ഇത് അവിടെ നിന്ന് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം പണി തന്നെയാണ് കേട്ടോ. സൈഡിലായിട്ട് ഇതാ പണിക്കാരെ ബെൽറ്റ് അടിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും നമ്മളെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഇപ്പം ഗ്രേഡർ ലെവൽ ചെയ്ത് വരികയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ എഡ്ജൊക്കെ നമ്മുടെ ഗ്രേഡറിന് കിട്ടില്ല. അപ്പോൾ നമ്മൾ ബോക്കറ്റ് വെച്ചിട്ട് അവിടേക്ക് ഒന്ന് ശരിയാക്കി വരുന്നുണ്ട്. നമ്മളിതാ ഇത്രത്തോളം ലെവലാക്കി കേട്ടോ. അപ്പോൾ ഈ എഡ്ജ് നമ്മുടെ ഗ്രേഡർ കൊണ്ട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ലെവലാക്കിയത്. ഇനി ബാക്കി മൊത്തം ഗ്രേഡർ വെച്ചാണ് ലെവലാക്കുക. ഇവിടെ ഇതാ ബെൽറ്റ് അടിക്കേണ്ട പരിപാടി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരുന്നുണ്ട്. സൂര്യനിങ്ങനെ തിളങ്ങിയിട്ട് നമ്മുടെ റോൾ ചെയ്തെടുക്കൊക്കെ തിളങ്ങുന്നുണ്ട് കേട്ടോ. മൊത്തം ഇവിടെയൊക്കെ മണ്ണടിച്ച് റെഡിയാക്കി. ഇനിയിപ്പോൾ ഇതാ ഫ്രണ്ടിലായിട്ട് അവിടെയും ലെവലാക്കി വരുന്നുണ്ട്. പരിപാടി നല്ല രീതിയിൽ സ്പീഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പണിക്കാർ ബിസിയാണ്. അതുപോലെ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. താഴെയൊക്കെ നല്ല ബ്ലോക്കാണ്, ഫുള്ളായിട്ട് ബ്ലോക്കാണ് പുറത്ത്. ഇതേ മണ്ണുമായിട്ട് വണ്ടി എത്തിയിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇതാ മൊത്തം മണ്ണടിച്ച് റെഡിയാക്കണം. അതുപോലെ ഇതാ ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ടും വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഈ സൈഡിൽ നോക്കിയാൽ മൊത്തം ആറിവാളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി മണ്ണൊക്കെ അടിച്ച് ബെൽറ്റ് അടിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ഘട്ടം ആറിവാൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉപ്പള പണി പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ലോറി ഇതാ മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ലെവൽ ചെയ്യണം.
ഇതാ ഇവിടെയൊക്കെ നമ്മൾ ബെൽറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ മൊത്തം ഏരിയ റോൾ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചാണ്. ഇനിയിപ്പോൾ അടുത്ത് ഇവിടെ ബെൽറ്റ് അടിക്കണം. ഇപ്പം താഴെയാണ് ബെൽറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ അടിച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് പൊക്കി പൊക്കി വരണം. ദൂരമായിട്ട് നമ്മുടെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പള മൊത്തത്തിലങ്ങ് മാറുകയാണ്. നമ്മളിപ്പോൾ ആര്യവാളിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയായത്. ഇനിയിപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇത്രത്തോളം ഹൈറ്റായി. മൊത്തം പാർക്കിംഗ് ഒക്കെ ആയി കേട്ടോ. ഫുള്ള് വണ്ടിയൊക്കെ ഇതാ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ മണ്ണിലുള്ള ചെറിയ ചെറിയ കച്ചറകളൊക്കെ നമ്മുടെ വർക്കേഴ്സ് മൊത്തം ഒഴിവാക്കുകയാണ്. ഒരു കച്ചറ പോലും നമ്മുടെ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇതാ ബെൽറ്റ് അടിച്ച് ടൈറ്റാക്കി അടിച്ചടിച്ച് സെറ്റാക്കുന്നു. ഇവിടെ ഇതാ ഒരു വയ്യ ബെൽറ്റ് നേർത്തിടുകയാണ്. മുകളിലായിട്ട് ഇതാ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റോഷി ഇതാ റോളർ എടുത്തിട്ടുണ്ട്. ഇനി മൊത്തം റോളർ അടിച്ച് തകർക്കൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളെ ഗ്രേഡർ ഉണ്ട് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അതാ ഗ്രേഡർ തള്ളി മരിക്കുകയാണ്. നമ്മുടെ ആശാരിയുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആശാരിയുടെ വണ്ടിയിൽ നമുക്ക് കുറച്ച് ബെറ്റർ ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബിൽഡർ മീഡിയ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആശാരി ദൂരാരിതാ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിതിലോട്ട് ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മണ്ണുമായിട്ട് നമ്മുടെ ടോർച്ച് ലോറി മുന്നോട്ട് വരുന്നുണ്ട്. നമ്മുടെ 2 ലോറികൾ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അനീഷേട്ടൻ്റെ ലോറിയാണ് ഇപ്പോൾ പോയത്. അപ്പം അത് മൊത്തം മണ്ണാണ്. ആചാര്യൻ്റെ ലോറിയിൽ നമുക്ക് ഫിൽറ്റർ വേണ്ടി കോരി കൊടുക്കണം. ദൂരായിട്ട് നമ്മുടെ ക്രെയിന് ഫ്രിക്ഷൻ സ്ലാബ് നോക്കി വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ സർവീസ് റോഡ് നോക്കുമ്പോൾ എന്താ ഫ്ലൈ ഓവറിൻ്റെ ആറിവാൾ ഇങ്ങനെയാണ് ഉള്ളത്. മൊത്തം ഹൈറ്റായി. ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ, കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ മണ്ണൊക്കെ തട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ലെവലാക്കിയിട്ടു. ഇനിയിപ്പോൾ നമ്മുടെ സൈഡിലായിട്ട് ഫിൽറ്റർ മീഡിയ കൊണ്ടുവിടണം. നമ്മുടെ ഗ്രേഡർ ഇപ്പോൾ ഈ സൈഡ് ലെവലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം വലിയ ജോലിയൊന്നുമില്ല. ഇത്രയും ബിൽഡിങ് സൈഡിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തണലാണ് ഇവിടെ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആര്യവാള് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടുത്തെത്താറായി കേട്ടോ. ഇപ്പോൾ ഗൈസ് നമ്മുടെ മണ്ണുമായിട്ട് ലോറി വന്നിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇവിടെ റോളർ അടിച്ച് ചെയ്യണം. അതിൻ്റെ മുകളിലായിട്ട് തട്ടിയിട്ട് ബാക്കി ഒരു അടുത്ത ലെയർ വലിക്കാൻ. അപ്പോൾ നമ്മുടെ റോഷി ഇവിടുന്ന് ഇതാ റോളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ മണ്ണൊക്കെ ഇട്ട് മൊത്തം ലെവൽ ചെയ്ത് ഇനിയിപ്പോൾ ഇതാ ഇവിടെയൊക്കെ മണ്ണടിക്കണം. കുറച്ച് ഏരിയ ഇനിയിപ്പോൾ ബെൽറ്റിൻ്റെ മുകളിൽ മണ്ണിടാൻ ബാക്കിയുണ്ട്. അതിപ്പോൾ മണ്ണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റോഷി ഇതാ റോളറൊക്കെ അടിച്ച് റെഡിയാക്കുന്നുണ്ട്.